6 വർഷം മുൻപ്, അതായത് 2019 സംസ്ഥാന സർക്കാർ കാഞ്ഞങ്ങാട് വ്യവസായ പാർക്ക് പ്രഖ്യാപിച്ചത്. പക്ഷേ 2025 പദ്ധതി എങ്ങും എത്തിയിട്ടില്ല. വ്യവസായ വകുപ്പിന് കീഴിൽ അടിസ്ഥാന സൗകര്യമൊരുക്കി സംരംഭകർക്ക് ഭൂമി കൈമാറാനായിരുന്നു തീരുമാനം. ഗുരുവനം കുന്നിന് മുകളിൽ കാഞ്ഞങ്ങാട് നഗരസഭയിലും മടിക്കൈ പഞ്ചായത്തിലുമൊക്കെയായി 82.82 ഏക്കർ റവന്യൂ ഭൂമിയാണ് സർക്കാർ ഇതിനായി ഏറ്റെടുത്തത്. 4 കോടി രൂപ ചെലവഴിച്ച് ചുറ്റുമതിൽ കെട്ടിയതല്ലാതെ പദ്ധതി മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ് വാസ്തവം. കാണാം. കാഞ്ഞങ്ങാടുള്ള ഗുരുവനം കുന്നിൻ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് സംസ്ഥാന സർക്കാർ വലിയൊരു വ്യവസായ പാർക്ക് സ്ഥാപിക്കുമെന്ന് അറിയിച്ചത്. 83 ഏക്കറോളം സ്ഥലത്തായിരുന്നു സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച വ്യവസായ പാർക്കിൻ്റെ ഇന്നത്തെ അവസ്ഥ ഇതാണ്. ലാണ് കാഞ്ഞങ്ങാട് വ്യവസായ പാർക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന ഇ ചന്ദ്രശേഖരൻ MLA മുൻകൈയെടുത്താണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. വ്യവസായ വകുപ്പിന് കീഴിൽ അടിസ്ഥാന സൗകര്യമൊരുക്കി സംരംഭകർക്ക് ഭൂമി കൈമാറാനായിരുന്നു തീരുമാനം. എന്നാൽ നിലവിൽ ഏറ്റെടുത്ത സ്ഥലത്തിന്റെ 80% ഭാഗത്തും ചുറ്റുമതിലും സെക്യൂരിറ്റി കെട്ടിടവും നിർമ്മിച്ചതൊഴിച്ചാൽ മറ്റു സൗകര്യങ്ങളൊന്നും പാർക്കിൽ ഒരുക്കിയിട്ടില്ല. ഇതിനാവട്ടെ 4.9 കോടി രൂപ ചെലവഴിക്കുകയും ചെയ്തു. ഇവിടെ മുൻപ് പ്രഖ്യാപിച്ച ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പദ്ധതി തുടങ്ങുന്നതിന് അപേക്ഷ നൽകിയവരിൽ നിന്ന് മുൻഗണന പട്ടിക തയ്യാറാക്കി 31 പേർക്ക് സെന്റിന് 10,800 രൂപ നിരക്കിൽ 55 ഏക്കർ ഭൂമി വ്യവസായ വകുപ്പ് വിട്ടു നൽകിയതായി ജില്ലാ വ്യവസായ കേന്ദ്രം അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ വ്യവസായം തുടങ്ങാനാവശ്യമായ വൈദ്യുതി, വെള്ളം, റോഡ് അടക്കമുള്ള പ്രാഥമിക സൗകര്യങ്ങൾ പാർക്കിൽ ഇതുവരെ പൂർണ്ണമായിട്ടില്ല. മടിക്കൈയുടെ മുഖച്ഛായ മാറും എന്ന് പറഞ്ഞ് സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് കാഞ്ഞങ്ങാട് വ്യവസായ പാർക്ക്. നാളിതുവരെയായി ഒരു സംരംഭകരെ പോലും ഇവിടെ എത്തിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഒരുപാട് ഇത്തരം സ്ഥാപനങ്ങൾ തുറന്നതല്ലാതെ അതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. കാഞ്ഞങ്ങാട് നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് താമസിക്കാൻ തുടങ്ങിയ ഷീ ലോഡ്ജ് ഇന്നും തുറക്കാതെ കോടികൾ മുടക്കി അത് അനാഥമായി കിടക്കുകയാണ്. അതുപോലെ പടന്നക്കാട് ആയുർവേദ ഹോസ്പിറ്റലിലെ ഒരു കെട്ടിടം കോടികൾ മുടക്കി പണിതു. പക്ഷേ ഇന്ന് വരെയായി ഒരു രോഗികളെപ്പോലും പരിശോധിക്കുവാൻ ആ കെട്ടിടത്തിൽ നിന്ന് സാധിച്ചിട്ടില്ല. അതുപോലെ ഈ സ്ഥാപനം കൂടി തുറക്കാതെ മുന്നോട്ട് പോയാൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകും. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഗേറ്റ് വഴി റോഡ് സൗകര്യം ഒരുക്കാതെ മറ്റൊരു ഭാഗത്തുകൂടി 3 കോടി രൂപ ചെലവിൽ റോഡ് നിർമ്മാണവും അനുബന്ധ പ്രവർത്തനവും നടത്താനുള്ള നീക്കം നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. എന്നാൽ ഭക്ഷ്യോൽപ്പന്ന നിർമ്മാണ സംരംഭങ്ങൾക്കായി നീക്കിവെച്ച സ്ഥലത്തേക്കാണ് നിലവിലുള്ള റോഡും ഗേറ്റും ഉപയോഗപ്പെടുത്തുകയെന്നാണ് വ്യവസായ വകുപ്പിന്റെ വിശദീകരണം. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വ്യവസായ പാർക്കിന്റെ പ്രവേശന കവാടം. വ്യവസായ പാർക്കാണിതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോർഡ് പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. കോടികൾ മുടക്കി ചുറ്റുമതിലൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ കാട് മൂടിക്കിടക്കുന്ന ഒരു കുന്നിൻചെരുവ് മാത്രം. സംസ്ഥാന സർക്കാർ ഇങ്ങനെ പ്രഖ്യാപിച്ച് പാതി വഴിയിൽ നിർമ്മാണം നിലച്ചുപോയ പല പദ്ധതികളും ജില്ലയിലുടനീളമുണ്ട്. ഇതൊക്കെ എന്ന് പ്രവർത്തന സജ്ജമാകുമെന്നാണ് ജനങ്ങളുടെ ചോദ്യം. രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. എന്താണ് അവസ്ഥ എന്ന് നമ്മൾ നേരിൽ കണ്ടു അല്ലേ? എന്താണ് അവിടുത്തെ ഈ ചുറ്റുമുതലല്ലാതെ അതിങ്ങനെ പാറപ്പുറത്താണ്. ആ പാറ അതുപോലെ കിടക്കുകയാണ്. അത് മാത്രമല്ല വലിയ കാട് അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വലിയ പദ്ധതികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പദ്ധതി ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് ഈ പാർക്ക് അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി വരുന്നതോടുകൂടി ഒരുപാട് പേർക്ക് ജോലി ലഭിക്കും. സംഭവം ശരിയാണ്, വന്നു കഴിഞ്ഞാൽ ജോലി ലഭിക്കും. പക്ഷെ വരണ്ടേ? അപ്പോൾ വ്യവസായ പാർക്ക് യാഥാർത്ഥ്യമായാൽ കാസർഗോഡിൻ്റെ മുഖച്ഛായ തന്നെ മാറും എന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്, ഈ വ്യവസായ പാർക്കുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നു വന്ന വാഗ്ദാനങ്ങളെല്ലാം. 2019 എന്ന് ഓർക്കണം. പദ്ധതി യാഥാർത്ഥ്യമാകാത്തതിന് പിന്നിൽ അഴിമതിയുണ്ട് എന്ന ആരോപണം ഇപ്പോൾ ഉയർന്നു വരികയാണ്. നോക്കാം ചില പ്രതികരണങ്ങൾ. വളരെ പ്രതീക്ഷയോടുകൂടി ഈ സർക്കാരിൻ്റെ കാലത്ത് ജനങ്ങൾ പ്രതീക്ഷിച്ച ഒരു പദ്ധതിയായിരുന്നു ഈ കാഞ്ഞങ്ങാട് വ്യവസായ പാർക്ക്. കാരണം ഒട്ടേറെ യുവാക്കൾ ഇന്ന് തൊഴിലവസരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കാഞ്ഞങ്ങാട് മടിക്കൈ പ്രദേശങ്ങളിൽ വലിയ ഒരു പ്രതീക്ഷയോടുകൂടി ആളുകൾ നിന്നെങ്കിലും
പക്ഷേ സർക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറല്ല. കാരണം സ്ഥലം ഏറ്റെടുത്ത് അതിൻ്റെ പ്രാരംഭ നടപടി തുടങ്ങിയതല്ലാതെ അതിനപ്പുറത്തേക്ക് വെള്ളമോ അല്ല വൈദ്യുതിയോ അതുപോലുള്ള ഒന്നും ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഈ 4.5 വർഷം കഴിയുമ്പോഴും ഇതുപോലെ പല പ്രഖ്യാപനവും കാസർഗോഡ് ജില്ലക്കകത്ത് ഉണ്ട് എന്നല്ലാതെ അത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. അഴിമതിക്ക് വേണ്ടിയിട്ടാണ് ഈ സർക്കാർ കാഞ്ഞങ്ങാട് നഗരസഭയും കാഞ്ഞങ്ങാട് സർക്കാരും കുടപിടിക്കുന്നത്. അതുപോലെ തന്നെ മടിക്കൈ പഞ്ചായത്തിൽ അവിടെയുള്ള വികസനം എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാർക്ക് തൊഴിലിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊന്നും കൊണ്ടുവരുന്നില്ല. വ്യവസായ പാർക്ക് വന്നാൽ ജില്ലയിൽ തന്നെ കാസർഗോഡ് ജില്ല തന്നെ നന്നായി വരും. അതുപോലെ തന്നെ ബാംഗ്ലൂരിലെ ഇലക്ട്രോണിക് സിറ്റി എന്ന സ്ഥലം മുരടിച്ചിരിക്കുന്ന സ്ഥലത്താണ് വ്യവസായ പാർക്ക് വന്നിട്ടാണ്. ഇന്ന് ബാംഗ്ലൂർ തന്നെ വലിയൊരു പേരാണ് ഇലക്ട്രോണിക് സിറ്റി എന്ന് പറയുന്ന IT പാർക്ക് ഹബ്ബായിട്ടുള്ളത്. അതുപോലെ ഒരു IT ഹബ്ബാക്കാൻ പറ്റുന്ന ഏരിയ ആണ് മടിക്കൈ. പക്ഷേ അത് സർക്കാർ തന്നെയാണ് നിർത്തിവെച്ചിരിക്കുന്നത്. ഈ വ്യവസായ പാർക്കുകൾ പറയുമ്പോൾ തന്നെ മറ്റൊരു പദ്ധതി കൂടി പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് അത് ഈ സൈബർ പദ്ധതികളാണ്, സൈബർ പാർക്കുകളാണ്. ഈ ഗ്രാമീണ മേഖലയിലെ സൈബർ പാർക്കുകൾക്കായി 2007 വർഷങ്ങൾക്ക് മുമ്പാണ്, 2007 തൊട്ട് തന്നെ പലയിടങ്ങളിലും, ഇപ്പോൾ ഈ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്ന ഒരുപാട് ഇടങ്ങളിൽ അത്തരം സ്ഥലങ്ങളുണ്ട്. ഭൂമി നേരത്തെ ഏറ്റെടുത്തുമാണ്. പക്ഷേ പിന്നീട് അത്തരം ഈ ഗ്രാമീണ മേഖലയിൽ സൈബർ പാർക്കുകൾ വന്നാൽ അത് വലിയ ലാഭം ഉണ്ടാകില്ല എന്നുള്ള അഭിപ്രായങ്ങൾ വന്നതോടുകൂടി അതിൻ്റെ വികസനവും അതിൻ്റെ പ്രവർത്തനവും നിർമ്മാണവും എല്ലാം പിന്നീട് എങ്ങും എത്താതെ പോയി. ഇപ്പോൾ അത് ഈ പറയുന്ന പോലെ ചെറുകിട വ്യവസായ പാർക്കുകളായി മാറ്റണമെന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതിന് ചില സാങ്കേതിക കുരുക്കുകളൊക്കെ ഉണ്ടാവും. ആദ്യം ഒരു IT പാർക്കിന് വേണ്ടി നിശ്ചയിച്ച സ്ഥലം ആ രീതിയിൽ കൊടുക്കാൻ പറ്റാൻ അല്ലെങ്കിൽ മാറ്റാൻ ഒരുപാട് സങ്കീർണതകളുണ്ട്. അതിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. അങ്ങനെ ഒരുപാട് പദ്ധതികൾ തുടങ്ങാൻ പ്ലാൻ ഇടുന്നു, പക്ഷേ എവിടെയും എത്താതെ പോകുന്നു. അങ്ങനെയുമുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പദ്ധതികൾ സർക്കാരിൻ്റെതായി.